നമസ്കാരം. രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ നടക്കുന്ന സമരങ്ങളുടെ മറവിൽ ദേശവിരുദ്ധ ശക്തികൾ നടത്തുന്ന നാടകങ്ങൾ ദിവസേന പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. നീറ്റ് പരീക്ഷാ വിഷയത്തെ മുൻനിർത്തി പ്രതിപക്ഷവും ചില തീവ്രവാദ സംഘടനകളും നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ കേവലം വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ നിന്ന് മാറി രാജ്യത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട് സ്വദേശിയായ അലി അംജദ് ഖാൻ ജന്തർ മന്ദറിൽ വെച്ച് നടത്തിയ വിചിത്രവും അപകടകരവുമായ പ്രതികരണങ്ങൾ. രാജ്യത്തിന്റെ വ്യവസ്ഥയെയും ജനാധിപത്യ സർക്കാരിനെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ യാതൊരു കാരണവശാലും സാധാരണമായി കാണാൻ കഴിയില്ല. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് വേണം കരുതാൻ. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, ദില്ലിയിൽ കലാപസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയാണ് ഇത്തരക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം. ജനാധിപത്യത്തിന്റെ മാതൃകയായ നമ്മുടെ രാജ്യത്ത് ഇത്തരം കോമാളിക്കളികൾ നടത്തുന്നവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ സമൂഹം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ചില തീവ്രവാദ ചിന്താഗതിക്കാരായ യുവാക്കൾ ദില്ലിയിൽ പോയി നടത്തുന്ന ഇത്തരം നാടകങ്ങൾ കേരളീയ സമൂഹത്തിന് തന്നെ അപമാനകരമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണിത്. ഇതിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ആരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇത്തരം വ്യാജ സമരക്കാരുടെ പിന്നിലെ യഥാർത്ഥ മുഖങ്ങൾ ഓരോന്നായി വെളിച്ചത്ത് വരുമ്പോൾ ജനങ്ങൾ ഇവരെ പാഠം പഠിപ്പിക്കുമെന്നതിൽ സംശയമില്ല. BJPയെയും കേന്ദ്ര സർക്കാരിനെയും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം മാനസിക വിഭ്രാന്തിയുള്ളവരെ മുന്നിൽ നിർത്തി സമരം നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ കറുത്ത മുഖമാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്. വിദ്യാഭ്യാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്ന സമരങ്ങളെ ഖുറാനിൽ പറയുന്ന ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ യുവാവ് ന്യായീകരിച്ചത്. മതഗ്രന്ഥങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ബോധപൂർവം ദുരുപയോഗം ചെയ്യുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണിത്. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചും വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചും സംസാരിക്കേണ്ട വേദികളിൽ ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത് സമരം ചെയ്യുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്നതിന്റെ നേർക്കാഴ്ചയാണ്. മതം ആളുകളുടെ സ്വകാര്യ വിശ്വാസമാണെന്നിരിക്കെ അതിനെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വലിച്ചിഴയ്ക്കുന്നത് കടുത്ത വഞ്ചനയാണ്. യഥാർത്ഥ വിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾക്കെതിരെ മതപരമായ സംഘടനകളും രംഗത്ത് വരേണ്ടതുണ്ട്. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ലോകാവസാനവുമായി ബന്ധപ്പെടുത്തുന്നത് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇവർ വ്യക്തമാക്കണം. വിദ്യാർത്ഥികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്ത് അതിലേക്ക് തീവ്രവാദ സ്വഭാവമുള്ള ആശയങ്ങൾ കുത്തിക്കയറ്റാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനും മാത്രമേ ഉപകരിക്കൂ. ഇത്തരം അസംബന്ധങ്ങളെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. അറിവില്ലായ്മയോ അല്ലെങ്കിൽ ബോധപൂർവമായ അജണ്ടയോ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും മതാധിഷ്ഠിതമായി കാര്യങ്ങളെ വളച്ചൊടിച്ച് രാജ്യത്ത് അശാന്തി പരത്താനുള്ള ഇത്തരം ശ്രമങ്ങൾ BJP ശക്തമായി എതിർക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയല്ല, രാജ്യത്തിന്റെ സമാധാനം തകർക്കുക എന്നതാണ് ഇവരുടെയൊക്കെ യഥാർത്ഥ അജണ്ടയെന്ന് ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ്. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരെ പിന്തുണയ്ക്കുന്നവരുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. താനാണ് ലോകാവസാന കാലത്ത് രക്ഷകനായി എത്തുന്ന മഹ്ദി എന്നും മെസ്സയ്യ എന്നും തനിക്ക് തോന്നാറുണ്ട് എന്നുള്ള മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന പ്രസ്താവനകളും ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം മാനസിക നിലവാരമുള്ള വ്യക്തികളെ മുന്നിൽ നിർത്തി ദില്ലിയിൽ സമരം നയിക്കുന്നവരുടെ യഥാർത്ഥ ചിന്തയെക്കുറിച്ച് പൊതുസമൂഹം ഗൗരവമായി ചിന്തിക്കണം. വിവരക്കേടും മതതീവ്രവാദ ചിന്തകളും തലയ്ക്ക് പിടിച്ച ഇത്തരം ആളുകളെയാണ് രാഷ്ട്രീയ മുതലെടുപ്പിനായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്. താനൊരു രക്ഷകനാണെന്ന മിഥ്യാധാരണയിൽ ജീവിക്കുന്നവർ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വന്ന് നടത്തുന്ന ഇത്തരം പ്രകടനങ്ങൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ പരിശോധനയ്ക്കും വിധേയമാക്കേണ്ടതാണ്. സ്വന്തം വ്യക്തിപരമായ അപര്യാപ്തതകളും ഭ്രാന്തമായ ആശയങ്ങളും സമൂഹത്തിനു മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പോലീസും നിയമവും എന്ത് വില കൊടുത്തും നേരിടണം. ഇവരെ പോലുള്ളവരുടെ പിന്നിൽ നിന്ന് ചരടുകൾ വലിക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെയാണ് കണ്ടെത്തേണ്ടത്. കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്ക് വണ്ടി കയറി ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്നവർ കേരളത്തിന്റെ സംസ്കാരത്തിനാണ് കളങ്കം വരുത്തുന്നത്. ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ വേദിയിൽ പോയി ഇത്തരം മാനസിക വിഭ്രാന്തിയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മാധ്യമങ്ങളും ഇതിന് സ്റ്റേജ് ഒരുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. സ്വന്തം പേരോ മേൽവിലാസമോ ശരിയായി ജനങ്ങളോട് പറയാൻ പോലും കഴിയാത്ത ഇത്തരം ആളുകളുടെ പിന്നിൽ വലിയൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാനസികാവസ്ഥയിലുള്ള ഒരാൾക്ക് ദില്ലിയിൽ ചെന്ന് ഇത്രയധികം ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ സ്പോൺസർമാരെ കുറിച്ചുള്ള അന്വേഷണവും നടക്കേണ്ടതുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം ദേശവിരുദ്ധ വികലമായ മാനസികാവസ്ഥകളെ ഒരു കാരണവശാലും വെച്ചുപറപ്പിക്കില്ല. വിദ്യാർത്ഥികളെ കളിപ്പാവകളാക്കുമ്പോൾ നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും
എന്നിവയും പരിഗണനയിൽ ഇരിക്കെയാണ് ദില്ലിയിൽ ഈ സമര നാടകങ്ങൾ അരങ്ങേറുന്നത്. എന്നാൽ യഥാർത്ഥ വിഷയം വിദ്യാർത്ഥികളുടെ പഠനമോ പരീക്ഷയോ അല്ലെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളെ ഇളക്കിവിടുക മാത്രമാണ് ലക്ഷ്യമെന്നും അലി അംജദ് ഖാന്റെ വാക്കുകൾ തെളിയിക്കുന്നു. നീറ്റ് സമരത്തെ ഒരു ആവനാഴിയാക്കി മാറ്റി രാജ്യത്തിന്റെ അസ്ഥിരത ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിൽ എന്തെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് പരിഹരിക്കേണ്ടത്. അല്ലാതെ ജന്തർ മന്ദർ റോഡിൽ കിടന്ന് ലോകാവസാന കഥകൾ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞർ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയാണ്. കോൺഗ്രസും മറ്റ് ഇടത് സംഘടനകളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ്. വിദ്യാർത്ഥികളെ തെരുവിലിറക്കി ചോര കുടിക്കാൻ നോക്കുന്ന ഇത്തരം നേതാക്കളുടെ കാപട്യം യുവജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീറ്റ് പരീക്ഷ സുതാര്യമായി നടത്താൻ കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നുണപ്രചാരണങ്ങളിലൂടെ സർക്കാരിന്റെ സൽപ്പേര് തകർക്കാമെന്ന് കരുതുന്നവർക്ക് കാലം മറുപടി നൽകും. ഈ സമരത്തിന്റെ പേരിൽ കേരളത്തിലെയും ഡൽഹിയിലെയും നിരപരാധികളായ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വിഷം ചീറ്റാനാണ് ഇവർ നോക്കുന്നത്. ഇത്തരം കുത്സിത ശ്രമങ്ങളെ BJP യുവമോർച്ച പ്രവർത്തകർ ശക്തമായ പ്രതിരോധത്തിലൂടെ നേരിടും. വിദ്യാർത്ഥികളുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിന് അന്ത്യം കുറിക്കാൻ ജനങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് വരണം. നീറ്റ് പരീക്ഷാ ക്രമക്കേടോ പ്രവേശന പ്രശ്നങ്ങളോ ചർച്ച ചെയ്യേണ്ട ജന്തർ മന്ദറിൽ ഇസ്രായേലുമായി ഇന്ത്യ പുലർത്തുന്ന നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തികച്ചും അപഹാസ്യമാണ്. ഏതാനും ചില തീവ്രവാദ ചിന്താഗതിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര വിഷയങ്ങളെയും വിദേശ നയങ്ങളെയും വിദ്യാർത്ഥി സമരത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ലജ്ജാകരമാണ്. ഇത് കേവലം ഒരു വിദ്യാഭ്യാസ സമരമല്ല, രാജ്യത്തിന്റെ വിദേശ നയത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢനീക്കമാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക വികസനത്തിനും സാങ്കേതിക മുന്നേറ്റത്തിനും അത്യന്താപേക്ഷിതമാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തുന്ന ഇത്തരം സുപ്രധാന നയതന്ത്ര തീരുമാനങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെയാണ് സമരത്തിന്റെ പേരിൽ റോഡിലിറങ്ങിയിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ നയങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഇത്തരം വിവരദോഷികൾ സമരം ചെയ്യുന്നത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? തീവ്രവാദ സംഘടനകളുടെയും ദേശവിരുദ്ധ ശക്തികളുടെയും അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ഇവർ മാറുകയാണ്. നീറ്റ് പരീക്ഷയും ഇസ്രായേലും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടി ഉണ്ടാകില്ല. കാരണം ഇവരുടെ കൈകളിലെ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് പുറത്തുനിന്നുള്ള ചില ശക്തികളുടെ കൈകളിലാണ്. ഇന്ത്യയിലെ ശത്രു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ദില്ലിയിലെ സമരവേദികളെ ഉപയോഗിക്കുന്ന ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തുവരണം. BJP സർക്കാർ ഏതൊരു രാജ്യത്തോടും സുഹൃത്ബന്ധം സ്ഥാപിക്കുന്നത് ഭാരതത്തിന്റെ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ്. അതിൽ കൈകടത്താൻ നോക്കുന്ന ആരെയും രാജ്യം വെച്ചു പൊറുപ്പിക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണ നേതൃത്വവും രാജിവെക്കണമെന്ന ആവശ്യമാണ് ഈ യുവാവ് ഉയർത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന ജനാധിപത്യ സർക്കാരിനെതിരെ ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത് രാജ്യത്തോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കി അക്ഷീണം പ്രയത്നിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇത്തരക്കാർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റു തുന്നമ്പാടിയവരുടെ നിരാശയാണ് ഡൽഹിയിലെ തെരുവുകളിൽ സമരങ്ങളുടെ രൂപത്തിൽ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെടാൻ മാത്രം വളർന്നിട്ടുണ്ടോ ഈ സമരക്കാരുടെ യോഗ്യതയെന്ന് ഇവർ സ്വയം ആത്മപരിശോധന നടത്തണം. ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു ഭരണാധികാരിയെ ഇത്തരം ചില്ലറ സമരങ്ങൾ കൊണ്ടും പൊള്ളയായ പ്രസ്താവനകൾ കൊണ്ടും താഴെ ഇറക്കാമെന്ന് വ്യാമോഹിക്കുന്നത് മൂഢസ്വർഗത്തിലുള്ളവരാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ സഹിക്കാനാവാതെയാണ് ചില വിദ്യാഭ്യാസ മാഫിയകളും രാഷ്ട്രീയ തൽപര കക്ഷികളും ചേർന്ന് ഇത്തരം സമരങ്ങൾക്ക് പണം മുടക്കുന്നത്. രാജ്യത്തിന്റെ ഭാവിയായ യുവതലമുറയെ വഴിതെറ്റിക്കാൻ നോക്കുന്ന ഈ നേതാക്കൾ ചരിത്രത്തിൽ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്യുന്നത്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഇത്തരം ഭീഷണികൾ മുഴക്കുന്നവരെ നിയമത്തിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ നേരിടണം. ദില്ലിയിൽ നടക്കുന്ന ഇത്തരം വിചിത്ര സമരങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പിന്തുണയുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി ഏത് അർത്ഥശൂന്യമായ സമരത്തെയും പിന്തുണയ്ക്കാൻ കോൺഗ്രസും ഇടതു മുന്നണികളും തയ്യാറാകുന്നു എന്നതിന്റെ തെളിവാണ് ജന്തർ മന്ദറിലെ ഈ കോമാളിക്കളികൾ. വിദ്യാർത്ഥികളെ കരുവാക്കി സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ കൈവിട്ടപ്പോൾ എങ്ങനെയും സർക്കാരിനെതിരെ ജനരോഷമുണ്ടാക്കാൻ വേണ്ടി ഇത്തരം മാനസിക നിലവാരമില്ലാത്ത ആളുകളെ പ്രതിപക്ഷം സ്പോൺസർ ചെയ്യുകയാണ്. ദില്ലിയിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രാജ്യത്തിനെതിരെയും സർക്കാരിനെതിരെയും എന്തും വിളിച്ചു പറയാൻ ഇവർക്ക് ലൈസൻസ് നൽകുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാക്കൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വേണം കരുതാൻ. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റും മറ്റ് നിയമപരമായ വേദികളും ഉണ്ടെന്നിരിക്കെ റോഡിൽ കിടന്ന് ഇത്തരം നാടകങ്ങൾ കളിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ലക്ഷണം കൂടിയാണ്. കേരളത്തിൽ നിന്നുള്ള ചില MP മാരും നേതാക്കളും ഇത്തരം സമരങ്ങൾ
സമരങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനമാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വകയില്ലാത്തവർ ദില്ലിയിൽ പോയി ഇത്തരം ദേശവിരുദ്ധ സമരങ്ങൾക്ക് കുടപിടിക്കുന്നത് എന്ത് ന്യായത്തിന്റെ പുറത്താണ്? BJP ഈ കപട രാഷ്ട്രീയത്തെ ശക്തമായി അപലപിക്കുന്നു. ജനങ്ങളെ കബളിപ്പിച്ച് അധികാരം പിടിക്കാമെന്ന വ്യാമോഹം പ്രതിപക്ഷം എന്നേക്കുമായി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇത്തരം ഗൂഢനീക്കങ്ങളെ തുറന്നുകാട്ടാൻ BJPയുടെ സൈബർ പോരാളികളും പ്രവർത്തകരും മുന്നിലുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വാധീനവും സഹിക്കാനാവാതെയാണ് ഇത്തരം ശക്തികൾ നുണപ്രചാരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രയേലുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും അനിവാര്യമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരമോ രാജ്യസ്നേഹമോ ഇല്ലാത്തവരാണ് സമരത്തിന്റെ പേരിൽ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ലോകം മുഴുവൻ പ്രശംസിക്കുന്നതാണ്. ഡിജിറ്റൽ രംഗത്തും പ്രതിരോധ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിലും രാജ്യം കുതിച്ചുയരുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത കുറെ കുശുംബന്മാരാണ് ദില്ലിയിൽ പോയി സമരം നടത്തുന്നത്. ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതം വളരുമ്പോൾ രാജ്യത്തിന്റെ കാലിൽ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. പരീക്ഷാ സമ്പ്രദായങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ NDA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഇത്രയധികം കാര്യങ്ങൾ പുരോഗമനപരമായ കാഴ്ചപ്പാടിലൂടെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തെ പർവ്വതീകരിച്ച് കാണിച്ച് രാജ്യത്ത് അശാന്തി പരത്താനാണ് ഇവർ നോക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന തേരോട്ടത്തെ തടയാൻ ഒരു സമരത്തിനും കഴിയില്ല. രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിട്ട് മുതലെടുപ്പ് നടത്താമെന്ന് കരുതുന്നവരുടെ മുഖം മൂടി കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം അസംബന്ധ നാടകങ്ങളിലൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല ആരും. BJP പ്രവർത്തകർ എന്നും രാജ്യസ്നേഹത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും പക്ഷത്താണ്. രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തികൾക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അലി അംജദ് ഖാനെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി ദില്ലിയിൽ സമരം നടത്തുന്നവരുടെ പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ദേശവിരുദ്ധ ബന്ധങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണം. കേരളത്തിൽ നിന്നുള്ള ചില തീവ്രവാദ സംഘടനകളാണ് ഇത്തരം ആളുകളെ ദില്ലിയിലേക്ക് അയക്കുന്നതെന്ന ആരോപണവും ഗൗരവമായി കാണേണ്ടതുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തെ തീവ്രവാദ ചിന്തകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും നയിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ വേരോടെ പിഴുതെറിയണം. BJP കേരള ഘടകവും ദില്ലി ഘടകവും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും BJPക്കൊപ്പം അണിനിരക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇത്തരം കോമാളികളെ അനുവദിക്കില്ല. സത്യവും ധർമ്മവും മാത്രമാണ് ഞങ്ങളുടെ വഴി. ആ വഴിയിലൂടെ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറും. പാറ്റ സമരത്തിന്റെ പേരിൽ ജന്തർ മന്ത്രിൽ ഇറങ്ങേറിയ ഈ നാടകങ്ങൾ രാജ്യത്തിന്റെ സംസ്കാരത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും എതിരെയുള്ള കരണത്തടി കൂടിയാണ്. ഖുറാനെയും മതവിശ്വാസങ്ങളെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം മാനസികാവസ്ഥകൾ സമൂഹത്തിന് വലിയ ആപത്താണ്. വികസനത്തിന്റെയും സുസ്ഥിര ഭരണത്തിന്റെയും പാതയിലൂടെ മുന്നേറുന്ന ഭാരത സർക്കാരിനെതിരെ ഇത്തരം നീക്കങ്ങളുമായി വരുന്നവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ദില്ലിയിൽ ഇറങ്ങേറിയ വിചിത്ര സമരം കേവലം ഒരു തുടക്കം മാത്രമാണെന്നും ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നതും വ്യക്തമാണ്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദി സർക്കാരിന്റെയും ശക്തമായ ഭരണത്തിന് കീഴിൽ ഇത്തരം കുപ്രചാരണങ്ങൾക്കൊന്നും വലിയ വിലയുണ്ടാകില്ല. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഇത്തരം കെണികളിൽ വീഴാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന വ്യാമോഹം പ്രതിപക്ഷവും തീവ്രവാദ സംഘടനകളും അവസാനിപ്പിക്കേണ്ടതാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കുതിച്ചുചാട്ടത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. വികസനത്തിന്റെ പുതിയ പടവുകൾ കയറുന്ന ഭാരതം ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിജയവേളയിൽ പങ്കാളികളാകാൻ കഴിയാത്തവരുടെ നിരാശയും അസൂയയുമാണ് ദില്ലിയിലെ തെരുവുകളിൽ ഇത്തരം നാടകങ്ങളായി പുറത്തു വരുന്നത്. ഇവരെ ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയും എന്നതിൽ ഒരു സംശയവുമില്ല. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.